ആമുഖം ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ശ്രീ രമേശ് ചെന്നിത്തല. ഇംഗ്ലീഷൊരു പ്രയോഗമുണ്ട്, മിഡാസ് ടച്ച്. തൊട്ടതെല്ലാം സ്വർണ്ണമാക്കിയ മിഡ രാജാവിനെക്കുറിച്ചാണ് ആ പരാമർശം വന്നത്. പ്രവേശിച്ചിടത്തെല്ലാം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തി. എത്താതെ പോയത് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നത് അഖില കേരള ഭാരതജന സഖ്യത്തിൽ മാത്രമാണ്. KSU വന്നു, NSUവിൻ്റെ പ്രസിഡൻ്റായി. യൂത്ത് കോൺഗ്രസ്സിൽ വന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി. കോൺഗ്രസ്സിലെ പ്രവർത്തകനായിട്ട് തുടങ്ങി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി, AICC ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ തൊട്ട മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഞാൻ ഇൻ്റർവ്യൂവിന് വരാൻ തുടങ്ങുമ്പോൾ എന്നോടൊപ്പം എൻ്റെ സീനിയറായിരുന്ന ഒരു അധ്യാപകന് അദ്ദേഹം വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം രസകരമായൊരു പരാമർശം നടത്തി. രമേശ് മാർക്കണ്ഡേയനല്ലേ, ഒരിക്കലും പ്രായമാകത്തില്ലല്ലോ, ഇപ്പോഴും നമുക്ക് കൊച്ചു പയ്യനല്ലേ എന്ന് പറഞ്ഞു. അത് കേരളീയരുടെ മനസ്സിൽ യുവത്വം നഷ്ടപ്പെടാത്ത എന്നും കുന്നും 16 വയസ്സുള്ള രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല. അത് കേരളീയർ വാത്സല്യം കൊണ്ട് തോന്നുന്നതാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെ വളരാൻ അനുവദിക്കത്തില്ല എന്ന് തരുന്നതിൻ്റെ ഒരു മനോഭാവം അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യം എന്തുകൊണ്ടോ അത് ഫലപ്രദമായി അങ്ങയുടെ സർവീസ് ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നാണ് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ ഇന്ന രാഷ്ട്രീയത്തിൽ വന്ന് ഇന്ന പോസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ ഇന്ന പദവി വേണം എന്നുള്ള അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. നമ്മൾ കുട്ടിക്കാലം മുതൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ വിശ്വസിച്ച് KSUവിലൂടെ പ്രവർത്തിച്ചു വന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സ്ഥാനങ്ങൾ കിട്ടും, സ്ഥാനങ്ങൾ കിട്ടാതിരിക്കും, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ്. ജനങ്ങൾക്ക് പരമാവധി സഹായങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ കണ്ണുനീരൊപ്പുക. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം അതാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാടിനും സമൂഹത്തിനും പാവങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് ഇന്നത് കിട്ടിയില്ല, ഇന്നത് കിട്ടണം, അങ്ങനെയുള്ള വാശിയൊന്നും എനിക്കില്ല. അല്ല, ഇത് എന്തായാലും ശരി, കേരളത്തിലെ രാഷ്ട്രീയക്കാരിലെ മഹാഭാഗ്യവാനായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് അങ്ങ്. അതിന് തർക്കമൊന്നുള്ളൊരു കാര്യമല്ല. എത്രയോ ആളുകൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു, അവരെ അർഹിക്കുന്ന സ്ഥലത്ത് പോലും എത്തുന്നില്ല. പക്ഷെ അങ്ങ് അർഹിക്കുന്ന സ്ഥലത്താണ് എത്തിയത്. പക്ഷേ അവിടെ എല്ലാം അങ്ങയുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ഒരു ഭാഗ്യനക്ഷത്രം തീർച്ചയായിട്ടും അങ്ങേക്കുണ്ട്. ഈ ഭാഗ്യനക്ഷത്രം ഉദിച്ചത് തൊടുപുഴയിലാണോ അതോ ഹരിപ്പാട്ടാണോ? തീർച്ചയായിട്ടും ഭാഗ്യനക്ഷത്രം ഉദിച്ചത് ഹരിപ്പാട് തന്നെയല്ലേ. കാരണം 26ാമത്തെ വയസ്സിൽ അസംബ്ലിയിൽ ഞാൻ മാവേലിക്കര നിൽക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ലീഡറാണ് പറഞ്ഞത്, വേണ്ട, ഹരിപ്പാട് നിന്നാൽ മതി. തൊട്ടടുത്ത അതിർത്തിയാണ്, ചെന്നിത്തലയും ഹരിപ്പാടും തമ്മിൽ അതിർത്തിയാണ്. പള്ളിപ്പാട് ചെന്നിത്തല എന്ന് പറയുന്നത് തൊട്ട് അതിർത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ നൽകിയ പിന്തുണയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. അതിന്നും അത് തന്നെയാണ്, അതിലൊരു സംശയവും. 1986 ആണ് ആദ്യമായിട്ട് MLA ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 82-ലാണ്. അപ്പോൾ ആദ്യമായിട്ട് MLA ആയി. വിവാഹം കഴിഞ്ഞ് 44ാമത്തെ ദിവസം അങ്ങ് മന്ത്രിയായി. അപ്പോൾ ഏത് പുരുഷൻ്റെ പിന്നിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ട്, ഒരു ബലമുണ്ട് എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട് അങ്ങേക്കുണ്ടെന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങയോടൊപ്പം നിൽക്കുന്ന 2 മക്കൾ, മരുമക്കളെ, ഭാര്യ, അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മനസാന്നിധ്യത്തിനും വളർച്ചയ്ക്കൊക്കെ അനിവാര്യമായൊരു കാര്യം. തീർച്ചയായിട്ടും എൻ്റെ കുടുംബം എന്നെ പൂർണ്ണമായി പിന്തുണച്ചിട്ടുണ്ട്. പിന്നെ അവരാരും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. അവർക്കൊക്കെ അവരുടേതായ മാർഗ്ഗങ്ങളാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ സംതൃപ്തനാണ് കുടുംബകാര്യത്തിൽ. മക്കളെന്താ രാഷ്ട്രീയ? വിവാഹം കഴിച്ച് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ മന്ത്രിസ്ഥാനത്തിൻ്റെ ഓഫർ ലീഡർ വിളിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ മന്ത്രിയാവുക ആ സന്ദർഭത്തില്ല. മക്കളാരും രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കാൻ? അവർക്കെല്ലാം രാഷ്ട്രീയം അറിയാം നന്നായിട്ട്. പക്ഷേ അവരവരുടെ ജോലിയാണ്. ഒരാൾ സിവിൽ സർവീസ് എഴുതി, പുള്ളിക്ക് IRS ആണ് കിട്ടിയത്, ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ്, മംഗലാപുരം. മൂത്തയാൾ ഡോക്ടറാണ്. എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ മൂത്ത മകനെ ഡോക്ടറാക്കി. അപ്പോൾ അവൻ ഡോക്ടറാണ്. മൂകാംബിക മെഡിക്കൽ കോളേജിൽ റേഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ഭാര്യ ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നു, VRS എടുത്തു. ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. മൂത്തയാളിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഡോക്ടറാണ്, പതോളജിസ്റ്റ്, MD പതോളജിസ്റ്റ്. ഇളയമോൻ്റെ ഭാര്യ ബെർല ടെക്കിൽ ജോലി ചെയ്യുന്നു, IT സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ കുടുംബം
നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അല്ല, ഏത് രംഗത്ത് നിന്നാലും ഒരു തന്ത്രം ആവശ്യമുണ്ട്. ഇപ്പോൾ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും രാഷ്ട്രീയക്കാരനായാലും അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ കൃത്യമായി അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഈ അച്ഛൻ്റെ സ്ട്രാറ്റജി മക്കൾ, അതായത് തിരുപ്പതിയിൽ കൊണ്ടുപോയി 2 തലയും മുണ്ടനം ചെയ്തു. അവ എന്തിനാ മുണ്ടനം ചെയ്തേ എന്ന് സങ്കടത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേ, അപ്പോൾ അച്ഛന് ഈശ്വരാനുഗ്രഹം വേണ്ട, മുട്ടയടിക്കുന്നില്ലയോ തല എന്ന് ചോദിച്ചപ്പോഴേ അച്ഛൻ ചിരിച്ചുകൊണ്ട് നിന്നല്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് അച്ഛൻ്റെ ഒരു തന്ത്രമാണ്. ആ തന്ത്രം ഡോക്ടർക്കും അതുപോലെ തന്നെ IRSകാരനൊക്കെ ഉണ്ട്. എങ്കിൽ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവർക്ക് ശത്രുക്കളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. തന്ത്രങ്ങൾ ഞാൻ പറയുന്നില്ല, അവർക്ക് മിടുക്കുള്ള കുട്ടികളാണ്, നന്നായിട്ട് പഠിച്ചു, ഡൽഹിയിലാണ് പഠിച്ചത്. അതുകൊണ്ട് അവർക്ക് 3 ഭാഷ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, 3 ഭാഷ അവർക്ക് വശമാണ്. പിന്നെ അവരുടേതായ മേഖലകളിൽ അവർ കഷ്ടപ്പെട്ട് വളർന്ന് പഠിച്ചു വന്നതാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിന് പ്രയാസത്തിൻ്റെയും ഫലം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. 2004 KPCC പ്രസിഡൻ്റായിട്ട് വരുന്നത്. 2014 അല്ലെങ്കിൽ 2015 തോന്നുന്നു ഇറങ്ങുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനം. അപ്പോൾ 9 വർഷത്തിലധികം 9 വർഷം KPCC പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ വരുമ്പോഴേ അന്ന് UDFനുണ്ടായിരുന്ന ഒരു സീറ്റാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന സമയത്തേക്ക് സീറ്റിൻ്റെ എണ്ണം 14 വർദ്ധിച്ചു. പിന്നെ കാര്യമായിട്ട് കോൺഗ്രസ്സിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അപ്പോൾ കേരളം കണ്ട ഏറ്റവും കാര്യക്ഷമതയുള്ള KPCC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു അങ്ങ്. ഇതിലെല്ലോപരിയായിട്ട് ഗ്രൂപ്പ് വഴക്കത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണത്. ആ കാലഘട്ടത്തിൽ ആരെയും പണക്കാതെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോയെങ്കിലും കരുണാകരനുമായി ചെറിയൊരു അസ്വാരസ്യമുണ്ടായി. എന്താണ് അതിൻ്റെ കാര്യം? ഞാൻ KPCC പ്രസിഡന്റ് ആകുമ്പം ലീഡർ പാർട്ടി ഇല്ലായിരുന്നു, DICയിൽ. പക്ഷേ അദ്ദേഹം തിരിച്ചു വരണമെന്നും പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കെ മുരളീധരനും അദ്ദേഹവും മറ്റെല്ലാവരും പാർട്ടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. KPCC പ്രസിഡന്റ് ആവുന്നത് ലീഡർ പാർട്ടി ഇല്ലാത്ത സമയത്ത്. പക്ഷെ അന്ന് തെല്ല ചേട്ടനായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹമാണ് എനിക്ക് അത് കൈമാറി തരുന്നത്. തെല്ല സാറിൻ്റെ കയ്യിൽ നിന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം 2002 ഏൽക്കുമ്പോൾ 2004 ഏൽക്കുമ്പോൾ വാസ്തവത്തിൽ അത് വലിയ വെല്ലുവിളിയാണ്. ലീഡറില്ലാത്തൊരു പാർട്ടി, ലീഡറെപ്പോൾ ഒരു മഹാമേരുവായ നേതാവ് പാർട്ടി വിട്ടു പോയപ്പോൾ ആയിരക്കണക്കിന് പ്രവർത്തകരും പാർട്ടി വിട്ടു. അപ്പോൾ എൻ്റെ ദൗത്യം അവരെയെല്ലാം തിരികെ കൊണ്ടുവരിക, അവരെല്ലാം ഒരുമിച്ച് കൂട്ടുക, കോൺഗ്രസുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും തിരികെ കൊണ്ടുവരിക. ഞാനാണ് അത് മുൻകൈ എടുത്തിട്ടാണ് K ശങ്കരനാരായണ പിള്ള, കരകുളം കൃഷ്ണപിള്ള, VC കബീർ, അതുപോലെ തന്നെ ജോസ് കുറ്റ്യാനി, അന്ന് പിന്നീട് നമ്മുടെ സിറിയക് ജോൺ, അങ്ങനെ ധാരാളം ആളുകളെ പഴയ കോൺഗ്രസ്സുകാരായ ആളുകൾ പല ഘട്ടങ്ങളിൽ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ അവരൊക്കെ തിരികെ കൊണ്ടുവന്നു. പിന്നെ CPM തന്നെ അന്നത്തെ MP ആയിരുന്ന മുൻ MP ആയ ശിവരാമൻ, ആലപ്പുഴ MP ആയിരുന്ന മനോജ്, പിന്നെ അബ്ദുള്ളക്കുട്ടി, അങ്ങനെ ധാരാളം കോൺഗ്രസ് വെളിയിലുള്ള നേതാക്കൾ, CPMനുള്ളവർ, അവരെ കൂടി തിരികെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കോൺഗ്രസിനെ ഒരു വലിയ ശക്തിയാക്കുക എന്നുള്ളതായിരുന്നു. കാലക്രമേണ DICയിലുണ്ടായിരുന്ന എല്ലാ നേതാക്കളും തിരികെ വന്നു. പറഞ്ഞത് ശരിയാണ്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് 1 സീറ്റായിരുന്നു. പിന്നീട് കോൺഗ്രസ്സിന് 14 സീറ്റായി. ഇപ്പം പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വൻപിച്ച മുന്നേറ്റം. അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതോടുകൂടി 19 പിന്നീട് 19 സീറ്റായി, അതിപ്പോൾ 18 സീറ്റ്. അതൊരു മുന്നേറ്റമായിരുന്നു. അപ്പം എന്നെ ഏൽപ്പിച്ചപ്പോൾ എന്നോട് പലരും പറഞ്ഞത് പോകരുത്, അങ്ങനെ ഇവിടെ തകർന്നു കിടക്കുന്ന ഒരു പാർട്ടിയിൽ നിങ്ങളിപ്പോൾ ഡൽഹിയിൽ ഇരിക്കുകയാണ്, എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ അതൊരു ദൗത്യമായി ഏറ്റെടുത്ത് എല്ലാ സഹപ്രവർത്തകരും, ഞാൻ ഉമ്മൻചാണ്ടിയും, ഞാൻ മാത്രമല്ല, ഉമ്മൻചാണ്ടിയും ഞാനും കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു, നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനത്തിൽ. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട്, ഇണങ്ങിയിട്ടുണ്ട്. പക്ഷേ പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ലായിരുന്നു. എനിക്ക് KPCC പ്രസിഡന്റ് എന്നുള്ളതിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. തിരിച്ച് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീടാണ് പ്രതിപക്ഷ നേതാവ്. അപ്പം കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവിന് അവസരമില്ല എന്ന് കരുതിയ ആളുകളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വളരെ വേഗം തിരിച്ചു വന്നത്. അതിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, സത്യമാണ്. ആ 9 വർഷക്കാലം കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ കാലമായി. എന്നോടൊന്ന് പാർലമെൻറ്റിൽ നിൽക്കാം, പത്തനംതിട്ട നിൽക്കാൻ എല്ലാവരും നിർബന്ധിച്ചതാണ്. പക്ഷേ ഞാനന്ന് സോണിയാഗാന്ധിയോട് പറഞ്ഞത്,
ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കാൻ പോയാൽ ഇത് നോക്കാൻ ആരുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. അത് ഞാൻ കൂടുതൽ സീറ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് റൂമിൽ വന്നപ്പോൾ സോണിയാഗാന്ധിയുടെ ഫോണാണ്. എന്നോട് പറഞ്ഞു, രമേശ് എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് അന്തിമ തീരുമാനമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും, പക്ഷേ ഞാൻ KPCC പ്രസിഡന്റ് തന്നെ മത്സരത്തിന് ഇറങ്ങിയാൽ പിന്നെ പാർട്ടിയെ നയിക്കുന്ന ആരാണ്? അതുകൊണ്ട് പരമാവധി സീറ്റ് കേരളത്തിൽ നിന്ന് നേടി UPAക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെ അവർ എന്നോട് ഉണ്ട്. മൻമോഹൻ സിംഗ് എന്നോട് കണ്ടപ്പോൾ യു ഷുഡ് ഹാവ് ബീൻ ഇൻ മൈ ക്യാബിനറ്റ് എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ കണ്ടത് എന്താണ്, ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ അവിടെ മത്സരിക്കുക, അത് കഴിഞ്ഞ് വേറൊരിടത്ത് മത്സരിക്കുക, അല്ലെങ്കിൽ അടുത്തയിടത്ത് മത്സരിക്കുക, അതൊരു സ്വഭാവം എനിക്കില്ലാത്ത ആളാണ്. ഞാനാകെ മത്സരിച്ചത് ആദ്യം കോട്ടയത്ത് മാവേലി ഹരിപ്പാടാണ്. അത് കഴിഞ്ഞ് അപ്രതീക്ഷിതമായി ഞാൻ പോലും ചോദിക്കാതെയാണ് എന്നെ കോട്ടയത്ത് മത്സരിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ മാവേലിക്കര മത്സരിച്ചു, പിന്നെ ഞാൻ ഹരിപ്പാട് തന്നെ. ഞാൻ അങ്ങനെ കേരളം മുഴുവൻ ഓടി കടന്ന് മത്സരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എന്നോട് പലരും പറഞ്ഞു വട്ടിയൂർക്കാവ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. ഹരിപ്പാട് ജനങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും. ഞാൻ തിരിച്ചു. ഞാൻ എട്ടും പൊട്ടും അറിയാത്തൊരു പ്രായത്തിൽ അവിടെ നിന്ന് MLA ആയ ഒരാളാണ്. അതും CBC വാരിൽ 5 തവണ ജയിച്ച് നിന്നൊരു മണ്ഡലമാണ്. അവിടെയാണ് ഞാൻ പോയി നിൽക്കുക. കോൺഗ്രസിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ കോൺഗ്രസ് MLA ഞാനാണ് അവിടെ. അപ്പോൾ CPMന് നല്ല പേരുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് അവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയ പിന്തുണ ഇപ്പോഴും തുടരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, അന്ന് വേണമായിരുന്നെങ്കിൽ എനിക്ക് മത്സരിച്ച് അന്ന് കേന്ദ്രമന്ത്രിയാണ്. പക്ഷെ നമ്മളൊരു സ്ഥാനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ താല്പര്യത്തെക്കാൾ എനിക്കൊരു വാശിയായിരുന്നു KPCC പ്രസിഡന്റ് ഒരു വിജയകരമായി പാർട്ടിയെ മുന്നോട്ട് നയിക്കണമെന്ന്. അത് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, എന്തായാലും തീർച്ചയായിട്ടും അങ്ങ് KPCC പ്രസിഡൻ്റായിട്ട് വരുന്ന കാലഘട്ടം, അതിനുശേഷമുള്ളൊരു കാലഘട്ടം, അങ്ങ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ കരുണാകരനും AK ആൻ്റണിയും തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് വൈര്യം, വ്യക്തിപരമല്ലല്ലോ, ഒരു ഗ്രൂപ്പ് വൈര്യം മൂർച്ഛിച്ച് നിന്ന ഒരു കാലം. അത് കഴിഞ്ഞ് കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോയി, DIC രൂപീകരിച്ചു. അത് കോൺഗ്രസിന് വലിയൊരു അഗ്നിപരീക്ഷയുടെ സമയമായിരുന്നു. പിന്നീട് വന്ന അങ്ങും ഉമ്മൻചാണ്ടിയുമായിട്ട് നല്ല ഒരു കോമ്പിനേഷനായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ നമ്മളെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് നിങ്ങളുടെ ഈ കോമ്പിനേഷൻ ഡയാമസ് ഇരട്ടകളെ പോലെ പ്രവർത്തിച്ച ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. രാഷ്ട്രീയത്തിൽ അഭിപ്രായം വരും, അഭിപ്രായ വ്യത്യാസം വരും. പക്ഷേ ആ ഒരു കോമ്പിനേഷൻ K. സുധാകരനും VD സതീശനുമായിട്ട് പിന്നെ ഉണ്ടായി കണ്ടിട്ടില്ല. അങ്ങയുടെ ശിഷ്യനാണ് VD സതീശൻ. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരം ഒരു കോമ്പിനേഷന് പിന്നീട് ഉണ്ടാകാതെ പോയത്? അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഞാനും ഉമ്മൻചാണ്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും 2 വിഭാഗത്തിൻ്റെ 2 ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും ഞങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. ആരോടും പിണങ്ങാതിരിക്കുക, എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുക, തൻ പ്രമാണിത്വം ഇല്ലാതാകുക, ഞാൻ എന്ന ഭാവമില്ലാതെ നമ്മളെല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക, അതാണ് ആവശ്യം. നമ്മളുടെ വരുന്ന ഒരാൾക്ക് നമുക്ക് ചിലപ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അയാളെ കേട്ട് ആശ്വസിപ്പിച്ച് വിടുമ്പോൾ അയാൾക്കുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. നമ്മുടെയൊക്കെ വരുന്ന എന്തിനാണ് വരുന്നത്? ഒരു പ്രതീക്ഷയുമായിട്ട് വരികയാണ്. അങ്ങനെ പ്രതീക്ഷയായിട്ട് വരുന്ന ആളുകളെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. ചിലപ്പോൾ നടന്നെന്ന് വരും, ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. അപ്പം പക്ഷേ വരുന്ന ആളിനെ അപ്പം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് വിടുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല, ഒരിക്കലുമില്ല. നോ പറയാൻ വളരെ വിഷമമുള്ള ഒരാളാണ്. അതിനെ പലപ്പോഴും അബദ്ധത്തിൽ ചടിച്ചിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഏകദേശം ആ സ്വഭാവമാണ്. അപ്പോൾ ആ 2 സ്വഭാവങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ പിന്നെ ഞങ്ങളുടെയൊക്കെ നേതൃത്വം തന്ന ശ്രീമതി സോണിയാഗാന്ധി, അക്കാര്യത്തിൽ സോണിയാഗാന്ധിക്ക് വലിയ പങ്കുണ്ട്. ഒരുമിച്ച് പോകണം എന്ന ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് പോയത്. പിന്നെ ആ ചോദിച്ച ചോദ്യം അതിന് ഉത്തരം എനിക്ക് പറയാൻ കഴിയില്ല. അത് സ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾ അവരാണ് പരസ്പരം യോജിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. പാർട്ടിയാണ് വരുന്നത്, പാർട്ടിയാണ് നമുക്ക് സ്ഥാനം തരുന്നത്. അത് നമ്മുടെ ബേസിക്കായ ഉത്തരവാദിത്വം പാർട്ടിയോടാണ്, ജനങ്ങളോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് പോകാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.